ഹലോ. തൊണ്ട പൊന്തുന്നില്ലേ? ഇച്ചിരി വെള്ളം കുടിച്ചാട്ടെ. അപ്പം 8 മണിയായി സമയം, രാത്രി. നമ്മളെ വീട്ടിൽ എല്ലാവരും ഇന്ന് രാത്രിത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് ചപ്പാത്തിയാണ്. അമ്മ ഇന്ന് ചോറ് കഴിച്ചേ, അപ്പു ചപ്പാത്തി കഴിച്ച്. ഞാനൊരു ചപ്പാത്തി വെറുതെ ചുരുട്ടി മടക്കി തിന്നതിന് നല്ല സൂതമീൻ പൊരിച്ചതുണ്ട്, കറിയുണ്ട്, ഒന്നും എനിക്ക് വേണ്ട. അപ്പം അങ്ങനെ ഒന്ന് കഴിച്ച ശേഷം ചുക്കെല്ലാം കുടിച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നതാണ്. ഉണ്ണിയേട്ടനുള്ള ചപ്പാത്തിയൊക്കെ കാസറോളിൽ ചുട്ടിച്ചെന്ന് മീൻകറിയൊക്കെ കൂട്ടിയിട്ടല്ല, അപ്പം തനിയിലേക്കും. പിന്നെ നമുക്ക് കഥ പറയണ്ടേ. കഥ പറഞ്ഞിട്ട് പിന്നെ ആ ലഹരിയിൽ പിന്നെ ചപ്പാത്തി ഇടാൻ പോയ ഒരു സുഖം ഉണ്ടാവില്ല. ചപ്പാത്തി നല്ല ഭംഗി ഉണ്ടാവില്ല. പിന്നെ നന്നായിട്ട് ഭംഗിയിൽ വട്ടത്തിൽ പരത്തി ചുറ്റി വന്നിക്കണം. അപ്പം നമ്മൾ എത്ര പേരിൻ്റെ കഥയിൽ കുറേ അപ്പാണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ അവിടെ സേവ് ചെയ്ത് വെച്ചോളൂ. അപ്പം നമ്മളെ ഞാൻ ശിവാൻ മിണ്ടരുത്, തൂങ്ങമാട്ടെ. അപ്പം നമ്മള് പിന്നെ ഉച്ചക്ക് പറഞ്ഞത് എന്താണ്, നമ്മള് ഇതിന് പോയി, എന്തിന്, ശ്രീകൃഷ്ണ ജയന്തി കവർ ചെയ്യാൻ പോയി. അപ്പോൾ എൻ്റെ മോള് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അമ്മ നിങ്ങൾ പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് രാത്രി മിണ്ടല്ലോ എൻ്റെ സീവാവേ, അമ്മ വീഡിയോ ചെയ്യാണ് കുഞ്ഞി, എന്താണ്ട് ഉണ്ണി. ആ എനിക്ക് മറന്നു, നിങ്ങൾ രാധ്യമാവാൻ പോയിനോ? ഞാൻ പറഞ്ഞ ആടി ഞാൻ രാധ്യമാവാൻ പോയി. ഞാൻ വിചാരിച്ചോള് വെറുതെ ചോദിക്കാണ്. ഞാൻ രാധ്യമാവാൻ പോയിനി. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ടതുകൊണ്ടിട്ട് എനിക്ക് ചോദിച്ചേന്ന്. അപ്പൊ പറയണേ നിങ്ങൾ തലയിലൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് തട്ടക്കെട്ടിട്ട് രാധ്യമായിട്ട്. അപ്പൊ ഒക്കെ ദേഷ്യം പിടിച്ചു. ഞാൻ അങ്ങനെ പോയേക്കിച്ചു. അപ്പൊ നല്ല 2 ചൂടാവല്. അപ്പൊ ഞാൻ പറഞ്ഞ അണക്കെന്തായി പോയടി, എന്നോട് ആരും പറഞ്ഞു ഞാൻ ഈ ബേപ്പൂര് എന്ത് നടക്കണ്ട്, നിങ്ങൾ എങ്ങനെ നടന്നാലും ഞാൻ അറിയുന്നൊക്കെ. ഞാൻ തന്നെ വലിയ കാര്യമില്ല. അപ്പോൾ ഓളെ ഫ്രണ്ടിനെ കണ്ടിനെ, ഓള് കേട്ടോ വീഡിയോ എടുത്ത് കണ്ട് അയച്ചു കൊടുത്തത് തന്നെ. മഴ ചെയ്തപ്പോൾ ഞാൻ തലയിൽ തട്ടെടുത്തിട്ട് ഞങ്ങൾ ആ വീഡിയോ എടുത്ത് കണ്ട് അങ്ങനെ തന്നെ തിരിച്ചു പോരാ. വേഗം പോവാ. ഞാൻ പറഞ്ഞ ചേച്ചി നമുക്ക് വേഗം പോവാ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. പോകുമ്പോൾ ഈ വരവിന്റെ കൂടെയുള്ളതാണ് ഓള് കാണുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുകയാണല്ലോ. അപ്പം വരവ് അവിടെ വെച്ചിട്ട് നിർത്തും ചെയ്യും. അപ്പോൾ അവളെ വിചാരം ഞാൻ വരവിന്റെ കൂടെയൊക്കെ പോയി എന്നാണ്. അങ്ങനെ സൺഡേ മൺഡേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞടി ഒന്ന് പോടി, ഞാനൊരു അമ്പലത്തിലും കൂടി പോയില്ല, ഞാനിത് കാരണം പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് കഥ. അതുകൊണ്ടൊക്കെ ആണ്. പിന്നെ അത് നോക്കണ്ടെന്ന് പ്രശ്നമില്ല, നമ്മൾ പറയണ്ടേ നമ്മൾ പറയും, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെ കഥ ബാക്കി ഇച്ചിരി കൂടി ആയിട്ട് പറഞ്ഞിട്ട് നിർത്താം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളെ എന്ത് പറയണോ, നാളെ പറഞ്ഞ പോലെ ഇപ്പൊ ഗുഡ് നൈറ്റ് പറഞ്ഞാലോ. ഇത് നാളെട്ടാ ഒരു എപ്പിസോഡുള്ളത് ഞാൻ പറഞ്ഞ് പിന്നെ നമ്മളെ എഡിറ്റിങ്ങിൽ സേവ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് അങ്ങനെ പോട്ടെ. ഇത് നാളെ തന്നെ ഈ ഡ്രസ്സ് തന്നെ നമ്മൾ വീണ്ടും കഥ പറയുന്നു ഗൈസ്. അങ്ങനെ നമ്മളെ കഥാനായിക മുറ്റത്തെത്തിയ നിൽക്കല്ലേ. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ആരുമില്ല. അങ്ങനെ അവളിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ വരുമ്പോൾ ആ വരാന്തയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവും ഒരു 2 കയ്യിൽ പാല് മാത്രം നോക്കി പിടിച്ചിട്ട് കണ്ടിട്ടാണ് നമ്മൾ ഉണ്ടേണ്ടിട്ടച്ച് പോയത്. ഈ കഥ പാലുപാത്രം പിടിച്ചിട്ടുണ്ട്. ആര് വരുന്നേ? അവിടെയുള്ള ചെറിയമ്മയുടെ മോള്. ഇവളെ കണ്ടേ വയ്ക്കുക. ആ പാലും പാത്രം അരമതിലിൽ വെച്ച്, എന്ന് വെച്ചാൽ വലിയ തറവാട് പോലത്തെ വീടാണ്. അപ്പം അരമതിലൊക്കെ ആയിട്ട് പിന്നെ പണ്ടത്തെ ചാരടി എന്ന് പറയും, അതൊക്കെ ആയിട്ടുള്ള വീടാണ്. അപ്പം അവളതവിടെ പാലവിടെ വെച്ചിങ്ങാണ്ട് അമ്മേ മഞ്ജു ചേച്ചി വന്നേന്ന്. അപ്പം നമ്മളെ കഥാനായികയുടെ പേരാണ് മഞ്ജു. ടണ്ടടേ. അപ്പോൾ പിന്നെ അവൾ ഓടി മുറ്റത്തേക്ക് ചെന്ന് അവളെ വട്ടം ചുറ്റി കെട്ടിപ്പിടിച്ച്
പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇന്നലെ മുതൽ അമ്മ നോക്കിക്കുക, ഇന്നലെ ചേച്ചി വരും എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ ഒക്കെ അമ്മ വൈകുന്നേരമായിട്ട് മോള് വരും എന്ന് പറഞ്ഞിട്ട് എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. ഇന്നലെ രാത്രിക്ക് അമ്മ കരഞ്ഞ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ചോദിക്കും അമ്മയുടെ അപ്പോൾ അമ്മ അടുക്കളയിലുണ്ടാവും. അങ്ങനെ അവൾ മെല്ലെ വീട്ടിലൊക്കെ കയറി. അപ്പോഴേക്ക് ജിഷ അവളെ ബാഗൊക്കെ വാങ്ങി തോളിലൊക്കെ ഇട്ട് അങ്ങനെ ഒരു 2 പേരും കൂടി വീട്ടിലേക്ക് കയറാം. വീട്ടിലേക്ക് കയറി അകത്തേക്ക് കയറി ചെറിയമ്മല്ല, അടുക്കളയിൽ കയറി ചെറിയമ്മല്ല. അയ്യോ ഇവിടെ ഇന്നല്ലല്ലോ ചെറിയമ്മ. എന്നാ ചേച്ചി ഞാൻ പാല് അവൾക്ക് അവിടെ ചെറിയമ്മക്ക് 2 പശുക്കളുണ്ട്. അതാണ് ഇവിടെ ഉണ്ണിയാറിന് പറ്റാതെയായത്. പിന്നെ എന്താ ഉണ്ണിയായിട്ട് പറഞ്ഞ ആലോചിച്ചു ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് പറ്റാതെ പോകരുത്, ഇതൊന്നല്ല, ഇത് വേറെ ലെവലാണ് കഥകൾ. അങ്ങനെ പറയാം. അപ്പുറത്തെ വീട്ടുകാർക്ക് പാൽ വേണം. അമ്മ അവിടെ കൊടുക്കാൻ പോയതായിരിക്കും. അവിടെ അടുത്തന്നെ ഇങ്ങനെ ഓരോ കിണറും കരന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് കൊടുത്താൽ മതി, മതിലിൻ്റെ അപ്പുറത്തേക്ക് കൊടുത്താൽ മതി. അവർ മതിലിൻ്റെ പുറം നിന്ന് മേടിക്കും. അങ്ങനെ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയമ്മ ഉണ്ട്. അപ്പുറം നിന്ന് മതിലോരത്ത് നിന്ന് സംസാരിക്കുന്ന അവിടെയുള്ള അമ്മേനായിട്ട് സംസാരിക്കുന്ന ഇവള് കാണും. മഞ്ജു കാണും. മഞ്ജു കുറച്ചു നേരം നിൽക്കും. ചെറിയമ്മനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ കാണുമായിരുന്നു എന്നൊക്കെ ഓള് വിചാരിക്കും. അപ്പോൾ ഓള് വിളിക്കട്ടെ നിൽക്കുമ്പോൾ അപ്പുറമുണ്ട് ഒരാൾ ടർക്കിയൊക്കെ വച്ചിട്ട്, അന്നൊക്കെ അങ്ങനെയാണ് ടർക്കിയൊക്കെ ഇങ്ങനെ ഇടുക. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഷർട്ട് ഇടാത്ത ഒരു ടർക്കി പതിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇരിക്കല്ല, പല്ല് തേക്കാം. അന്ന് രാവിലെ എത്തിയിട്ടുണ്ട് അവൾ. അപ്പം ഞാൻ വിളിക്കുമ്പോൾ അവിടെ അതാക്കണ ഒരു ആള് അവർ തിരിഞ്ഞു നോക്കും, അവർ നോക്കും, ഇവർ നോക്കും. അതൊന്നും ഒക്കെ അത്ര ഇഷ്ടമുള്ളൊരു കാര്യമില്ല. അപ്പം നിങ്ങളെ മനസ്സിൽ ലഡു വെട്ടിയില്ലേ? എൻ്റെ മനസ്സിൽ ലഡു വെട്ടിനി. പക്ഷെ അവിടെയല്ല ഞാൻ പൊട്ടിച്ച ലഡു. അവിടെ പിടിക്കണോ ഉള്ള കൺഫ്യൂഷനില്ല ഇനി ഞാൻ. അപ്പം അത് എഴുതുമ്പോൾ അപ്പം നമ്മൾ പൊട്ടിച്ച വേറെ സ്ഥലത്താണ്. അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ ഉമ്മറത്തേക്ക് തന്നെ വന്ന് ഇങ്ങനെ അവിടെ ഉണ്ടാവും. ഇങ്ങനെ ഈ അരമതിലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഭിത്തി പോലെ ഉണ്ടാവും. അതും ചാരി ഇങ്ങനെ നിൽക്കും. ചെറുമ ഇരട്ടയച്ചിട്ട്. അപ്പം ചേച്ചി അടുത്ത ലൈനിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പാല് വേണം. അവിടെ കൊടുത്ത് തോളി പെട്ടെന്ന് അങ്ങോട്ട് കയറി വേണം. ചേച്ചി അമ്മ വന്നില്ലേ? അപ്പോൾ ഇല്ല അമ്മ, ചേച്ചിക്ക് വിളിക്കായിരുന്നില്ല. അപ്പം അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ ആരുമില്ല ചേച്ചി, ഒരു അമ്മയും മോനും പിന്നെ ഒരു ചേച്ചീൻ്റെ മോളുടെ അവിടെ പഠിക്കാൻ കുഞ്ഞു കുട്ടിയാണെന്നൊക്കെ അവൾ പറയും. അപ്പോൾ പറയും ഞാൻ എപ്പോൾ വിളിക്കാറുണ്ട് അമ്മേ എന്നെ വിളിച്ചും കണ്ട് അവളെ ഒച്ചുമ്പരും കുട്ടി ചേച്ചി വന്ന്. അപ്പോഴേക്ക് അമ്മ ഓടി വന്ന് മോള് വന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചെറിയമ്മയും മോളും കെട്ടിപ്പിടിച്ച് ചെറിയമ്മ കരയും മോളും കരയും. എങ്ങനെ സങ്കടപ്പെടും. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയമ്മയ്ക്ക് മോളൊന്നും കഴിച്ചില്ല, പല്ലും കൂടി തേച്ചില്ല. ചെറിയമ്മ മോൾ പല്ല് തേച്ച് കുളിച്ചിട്ട് വാ റെഡിയാക്കി ആക്കാനറി ചെറിയമ്മ. അങ്ങനെ പിന്നെ ജിഷനോട് പറയും മോളെ വേഗം വെള്ളം കോരിങ്ങാണ്ട് പിന്നെ ബക്കറ്റിൽ ആക്കിയിട്ട് തൊട്ടിയിൽ നിറയ്ക്കും. അന്ന് നമ്മളെ മോട്ടറൊന്നും ഇല്ല, ഉള്ളവരുണ്ടാവും. പക്ഷെ എൻ്റെ കഥയിലില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലില്ല. നമ്മളറിവല്ലേ നമ്മൾ ചെയ്യുള്ളൂ. എവിടെ പോയാലും നമ്മൾ ഈ പൈപ്പായിട്ടല്ല കിണറായിട്ടും പിന്നെ നമ്മളെ അമ്മേൻ്റെ വീട്ടിലൊക്കെ പോയാൽ പിന്നെ കുടിവെള്ളം പൈപ്പിലാണ് വരിക. അവിടെ പോയി പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചിട്ട് കൊണ്ടുപോയി വയ്ക്കണം വീട്ടിലെ തൊട്ടിയിൽ. അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അപ്പം നമ്മളങ്ങനെയല്ലേ എഴുതുള്ളൂ. അവളപ്പം വെള്ളമൊക്കെ നിറച്ച് വെച്ച് അവൾ പോയി മഞ്ജു കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ ബാഗിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറി പിന്നെ ചായയും ദോശയും ചട്നിയും കാന്തി ചട്നിയും. അതെൻ്റെ മക ചട്നിന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ മക ഇത് കാന്തി ചട്നിയും കൂട്ടിയതട്ടപ്പോൾ ഇനി എന്തൊക്കെ ഞാൻ കൂട്ടുന്നാവോ. അപ്പം ചായയൊക്കെ കഴിച്ച് ചെറിയമ്മൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഭയങ്കര സ്നേഹം. അങ്ങനെ അവൾ അവിടെ നിന്ന് പിന്നെ ചെറിയമ്മ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ പണിയിലൊക്കെ ആയ. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ഇരുന്നിട്ട് അവളൊന്ന് ആലോചിക്കുന്ന വാക്കാണ് കേട്ടോ അടുത്ത ഷോട്ട്. അപ്പം നമ്മൾ ഗുഡ് നൈറ്റ് പറയട്ടെ. ഗുഡ് നൈറ്റ് പറയാനേ. എല്ലാവർക്കും സുഖനിദ്ര ശുഭനിദ്ര. ഗുഡ് നൈറ്റ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തിണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും ഇതിൻ്റെ വീഡിയോ കാണുമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ ഈ വാക്കുകൾ നിർത്തുകയാണ്. പിന്നെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചില്ലേ? ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ? എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ
ഒക്കെ ആരാണ്? സുന്ദരനും സുന്ദരികളാണ്. നമ്മളും സുന്ദരനും സുന്ദരികളാണ്. നമ്മൾ ഉണ്ണിയേട്ടനും നമ്മളെല്ലാവരും ലോകത്തെല്ലാവരും എപ്പോഴും അങ്ങനെ വിചാരിച്ചാൽ എന്തുണ്ടാവും? നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും, മനസ്സിന് നല്ല സമാധാനം കിട്ടും, നല്ല സന്തോഷം കിട്ടും, നല്ല ഉന്മേഷം കിട്ടും. അങ്ങനെ ഉന്മേഷം കിട്ടുന്നതൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ അടുത്തത് നാളെ പറയാട്ടോ. ചാച്ചാ. ചക്കരമ്മ, പഞ്ചാരമ്മ, ശർക്കരമ്മ. ഇനി നമ്മളെ മോളെ ഒന്ന് വിളിക്കാം. ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും കുളിച്ച് ചായയൊക്കെ കുടിച്ച് പല്ലൊക്കെ തേച്ച് കുളിച്ച് ചായ കുടിച്ചോ? ചായ കുടിച്ച് എല്ലാവരും പോയിണ്ടാവും. സമയം 9:15. നമ്മളിന്ന് നേരത്തെ ഒരുങ്ങി പിടിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറയണത് എന്താ അറിയോ? നമ്മളെ അമ്മേൻ്റെ അടുത്ത് പോകാൻ നിൽക്കാട്ടോ. ചേച്ചീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നല്ല മഴ ഉണ്ട്. അവിടെയൊക്കെ മഴ ഉണ്ടോ? നല്ല മഴ ഉണ്ട്. മഴ ചോർച്ചയ്ക്ക് വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഒന്ന് പോവാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ എപ്പോഴാണ് വൈകുന്നേരമാവും വരാൻ. അപ്പം നമ്മൾ സ്റ്റോറി കുറച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. ചിലപ്പോൾ ഞാൻ ഈ കഥ മുഴുവിക്കുള്ളൂ കേട്ടോ. നോക്കട്ടെ, റീച്ച് കിട്ടുന്ന പോലെ ഇടും. ഇല്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മളെ കഥ വെറുതെങ്കിലും വേസ്റ്റ് ആക്കരുതല്ലോ. അത്രയും നല്ല കഥയാണ്. ഞാൻ ഇതിനോട് പറയുന്നല്ല, പോകാൻ നല്ലതാണ്. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞ് നിർത്തിയത്? അവൾ ഒന്ന് ചെറിയമ്മ അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അവളെ സിറ്റ് ഔട്ടിൽ വന്നിങ്ങനെ കുറച്ച് ആലോചിക്കുക. അവളെ ഡാഡീനെ കുറിച്ചും അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ അവളൊരു കത്തൊക്കെ എഴുതി. എനിക്ക് MA വരെ പഠിച്ചു, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കേണ്ട, ഞാൻ എന്തിനു പഠിച്ച് ജോലിയൊക്കെ വാങ്ങി സമ്പാദിച്ചെടുക്കേണ്ട ആവശ്യം, പിന്നെ എൻ്റെ ഡാഡീനെ എനിക്ക് ഒരുപാട് സമ്പാദിച്ച് കിട്ടുന്നുണ്ട്, അത് മതി, എനിക്ക് ഇനി ഇച്ചിരി സ്നേഹമാണ് വേണ്ടത്. കാരണം ഡാഡി അവിടെ ദുബായിലാണ്, മോള് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയാൽ അവിടെ വേലക്കാരൊക്കെ ഉണ്ടാവും, ഓള് വന്നെന്ന് പറഞ്ഞാൽ വരും, അല്ലെങ്കിൽ അവിടെയൊക്കെ പൂട്ടി റെഡിയാക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഇനി അങ്ങോട്ട് പോകാൻ വയ്യ, ഞാൻ എൻ്റെ ചെറിയമ്മൻ്റെ അടുത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു കത്തയക്കും. ഇതിന് എന്തായാലും റിപ്ലൈ തരണം എന്നാണ്. അപ്പം അച്ഛൻ്റെ കത്ത് കാത്ത് മതിയായി. ഓള് പിന്നെ 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ആവേശത്തോടൊക്കെ പുറപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങുക. ഈ റിപ്ലൈ ഒന്നും അവൾക്ക് കിട്ടിയില്ല. ഓള് ചെറിയമ്മൻ്റെ അടുത്തേക്ക് വരാൻ തന്നെ തീരുമാനിച്ചിട്ട് ഓളെ ഇറങ്ങുന്ന സമയത്താണ് ക്വസ്റ്റ്യൻ മേക്കത്ത് കൊടുത്തത്. അപ്പോൾ പിന്നെ അച്ഛൻ എൻ്റെ റിപ്ലൈനെ കുറിച്ചൊക്കെ ഓൾ ഓർക്കണതാണ്. അച്ഛൻ പറയണതാണ്, മോൾക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, മോളെ പഠിച്ച് എന്നും പഠിപ്പിലും മോളെ ഭാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മോള് അമ്മേനെ കുറിച്ച് ചിന്തിക്കൂല, അമ്മൻ്റെ സ്നേഹം കിട്ടാത്തതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടൂല. അച്ഛനാണെന്നുണ്ടെങ്കിൽ പൈസ വരാൻ വേണ്ടി പോയത്. ആ നാട് എന്ന് പറഞ്ഞാൽ അത്ര വേദനിപ്പിച്ചിട്ടാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് പോയത്. അതൊക്കെ വയ്യ വരുന്നുണ്ട് കേട്ടോ, കുറേ അങ്ങോട്ട് എത്തിയാലും അതൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്ലൈ ആണ് അച്ഛൻ കൊടുത്തത്. കുറേ ഉണ്ടിട്ട് അതിനെപ്പറ്റി വിവരിച്ച്. അപ്പം ഇന്നല്ലേ നമ്മൾ ചുരുക്കി പറയുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞല്ലോ. അങ്ങനെ അവളിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ചെറിയമ്മ വിളിക്കും, മോളെ വിളിക്കും. എന്താ ചെറിയമ്മ വെച്ച് അവളെ ആലോചന അങ്ങോട്ട് ഞെട്ടി ഉണർന്ന് അവൾ തിരിച്ച് ചെറിയമ്മൻ്റെ അടുത്തേക്ക് ചെല്ലാം. അപ്പം ചെറിയമ്മ അമ്മയിൽ അരയ്ക്കുക. അന്നൊക്കെ അരപ്പാണ്. ഇപ്പം നമ്മൾ എപ്പോഴും ഉണ്ട് അരയ്ക്കുന്നത്. ഞാൻ പിന്നെ യൂട്യൂബ് എടുത്ത് വെച്ചാൽ ഞാൻ ഏറ്റവും നോക്കുക പാവപ്പെട്ട ആളുകളെ വീഡിയോ ആണ്. പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നും ഇല്ല, എന്നാലും ഈ കല്ലിൽ അരച്ച് കത്തിച്ച് അടുക്കളയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കുന്നതും അരയ്ക്കുന്നതും അതൊക്കെ കാണുമ്പോൾ ഒരു വൈബാണ്, ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ജോലി എന്ന് പറയാം, ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിച്ച എനിക്ക് അരക്കലായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ചേച്ചി പിന്നെ അലക്കും, പിന്നെ അങ്ങനെ കണ്ട കുറച്ച് ജോലികളൊക്കെയാണ്. അപ്പോൾ പിന്നെ അവൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഇല്ലാഞ്ഞാലൊക്കെ തന്നെ അരച്ച് നമ്മൾ ഇടിച്ചിട്ട് വേണം അരയ്ക്കാൻ. മുളകൊക്കെ ഇടിച്ചിട്ട് അരയ്ക്കും. മിക്സിയൊക്കെ ആയത് നമ്മൾ കല്യാണത്തിൻ്റെ മുന്നേ മിക്സിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മളെ ജീവിതത്തിലേക്ക് എന്തിനു പോകണം, നമ്മൾ കഥയിലേക്ക് പോകാം. ജീവിതത്തിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് എന്തി നോക്കുന്നത് നല്ലതല്ലേ. നമ്മൾ കഥ മാത്രം കേട്ടാൽ ബോറടിക്കത്തില്ലയോ. അപ്പോൾ അരക്കി വയ്ക്കും. അപ്പോൾ മീൻകാരങ്ങനെ കുക്കും പിളിയും കൂട്ടുന്ന ഇടവഴിയുന്നത്. അപ്പോൾ അവർക്ക് അവിടെ വരുന്നതാണ് മീൻകാരൻ, കുറ്റിക്കാരനാണ്. അപ്പോൾ കുറ്റിക്കാരൻ പറഞ്ഞാൽ മീൻ പൈസ ഇട്ട് വാങ്ങാം. അപ്പോൾ ചെറിയ പറയും, മോളെ മീൻകാരൻ വന്നിട്ടുണ്ട്, ഒന്ന് മീൻ മേടിക്കണേനും, മോളൊന്ന് ഇവിടെ നിന്നാൽ മതി. അപ്പോൾ പറയാം, വേണ്ട ചെറിയ ഞാൻ മേടിച്ചോളാം അറിയാം. അപ്പോൾ പറയാം, അതൊന്ന് ഒരു 5 രൂപ എടുത്ത്. ഞാൻ ഇന്നലെ അത് വായിച്ചൊക്കെ 5 രൂപയ്ക്കൊക്കെ എത്ര മീൻ കിട്ടിയെന്ന് പറയാം. 500 റുപ്യേൻ്റെ വില തന്നെയാണ് 5 രൂപയ്ക്ക്. ഒന്നും പറയണ്ട, 50 പൈസക്കൊക്കെ നമുക്ക് എന്തെല്ലാം കിട്ടും. അപ്പോൾ അവൾ 10 റുപ്യ തന്നെ അവൾ ബാഗിൽ നിന്ന് എടുത്തിട്ട് മീൻകാരൻ്റെ അടുത്ത്. അപ്പോൾ കുറേ ആൾക്കാർ ആ ലൈനിലുള്ളവരൊക്കെ വന്നിട്ട് മീൻ വാങ്ങുന്നുണ്ട്. ഓരോ ഇടവഴി ആ പുളിയിൽ ഒരു ലൈനാണ്.
അവിടെ വന്ന് താമസിക്കുന്നവരൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, അതിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടാവും, വേറെ മീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടുള്ള അത് മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വാരി അയാൾക്ക് കൊടുക്കും. അങ്ങനെ അത് മേടിച്ച് അവൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് കോയക്ക നമ്മളെ മീൻ ഇങ്ങോട്ട് തരിന്ന് പറഞ്ഞിട്ട് നമ്മളെ മറ്റേ ആൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവളെ ചോദിച്ചു ഇതേതാ ഒരു കണ്ടു പരിചയം. അപ്പോൾ നമ്മൾ കവറ് നിലത്ത് വീണിട്ട് എടുക്കാൻ പറഞ്ഞില്ലേ ആ ആൾ ഒരു ലുങ്കി മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് വന്ന് പറയാം, മോനെ എൻ്റെ മീൻ ഇന്നില്ല തീർന്നു പോയി. എൻ്റെ വഴിയാടോ പോയി. അതാ കുട്ടിയെ അടിച്ചത്. അപ്പോൾ കൂടി നടന്ന് പഠിപ്പന കയറി ഇങ്ങനെ വരിക. അപ്പോൾ അവൻ പറയാം അത് നീ നിലത്തിടണ്ട, വീട്ടിൽ കൊണ്ടുവച്ചോക്ക്, നമ്മളൊക്കെ ഏതായാലും നമ്മൾ ഒരു മേടിച്ച് പോവില്ലേ, നമ്മളിന്ന് പട്ടിണി കിടന്നോളാന്ന് പറഞ്ഞു കണ്ടോ. ആ മീൻ മേടിക്കാൻ പോയി, അവൻ ആ മീൻ മാത്രമേ കഴിക്കാവുള്ളൂ. അങ്ങനെയാണ് നമ്മളെ എഴുതിയത്. അപ്പോൾ ഇവിടെ ചോദിക്കുക, അയ്യോ അവർ മീനായിരുന്നു ഞാൻ വെച്ചേ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയില്ല. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ വീട്ടിലേക്ക് വന്നേ. അപ്പം ചെറിയ പറഞ്ഞാൽ അന്ന് ചെമ്മീനെ മോൾക്ക് ഇഷ്ടമായി, അവൾക്ക് ഇഷ്ടമായിരുന്നു അത്. അപ്പം അങ്ങനെ കറിയൊക്കെ വെച്ച് ചോറൊക്കെ പച്ചക്കറിയെല്ലാം വെച്ച് അവർ ചെറിയച്ഛനൊക്കെ വന്ന് അങ്ങനെ അവർ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് അങ്ങനെ അവർ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം കുറച്ച് പേര് ഇങ്ങോട്ട് കുറച്ച് ആണുങ്ങൾ ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിപാടി ഉണ്ട്, കലാപരിപാടി ഉണ്ട്, നോട്ടീസൊക്കെ കൊണ്ട് വന്നതാണ്, എന്തെങ്കിലും സംഭാവനയൊക്കെ തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ അറിയണ കുട്ടികൾ തന്നെ ആയിരിക്കും, പറയും മക്കളെ ഇവിടെ പൈസ ഒന്നും ഇല്ല എന്നൊക്കെ തമാശയ്ക്ക് പറയും. അപ്പോൾ ഉണ്ടാവും ആ സ്റ്റെപ്പ് കയറിയുമ്പോൾ മറ്റാൾ വരുന്നത്. അപ്പോൾ അമ്മേൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അമ്മേൻ്റെ കൊച്ചിയിലെ മോളെടുത്തുനിന്ന് മേടിച്ചോളിയെന്ന് പറഞ്ഞപ്പോൾ ആണ് അമ്മ അയ്യോ ഇന്ന് എപ്പോഴേ വന്നതെന്നൊക്കെ ചോദിക്കാം. അവൻ നാട്ടിൽ പോയിട്ട് വന്നത്, അവൻ ആ ലൈനിൽ താമസിക്കുന്ന നമ്മളാരാണ് നമ്മൾ കഥാനായകൻ. അപ്പോൾ അമ്മ ചോദിക്കും, മോനെ ഹരി ഈ എപ്പോഴേ വന്നു? ഞാൻ ഇന്നലെ നൈറ്റിൽ വന്നമ്മ എന്നൊക്കെ പറയും. അങ്ങനെ മോള് വന്ന വകയിൽ പൈസ ഒന്നുമില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ അമ്മയും ഇവനൊക്കെ ആയിട്ട് നല്ല കൂട്ടാണ്, നല്ല കമ്പനിയാണ്. അങ്ങനെ അപ്പോൾ അവൻ ചോദിക്കും, അമ്മൻ്റെ മഞ്ജുമോള് വന്ന വകയിൽ പൈസ ഒന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും പോവുക. അപ്പോൾ ഇവരത് പൈസയൊക്കെ മേടിച്ചിട്ട് പോവും. അപ്പോഴും ഒന്ന് കണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമായി, മോള് കോളേജിൽ നിന്ന് വന്ന്, ജിഷ കോളേജിൽ നിന്നൊക്കെ വന്ന് ജഗബൊഗ. അപ്പം കുറച്ച് പിന്നെ വൈകുന്നേരത്തെ പാലൊക്കെ അവളെ ചൂട്ടി അടുത്ത വീട്ടിലൊക്കെ കൊണ്ട് കൊടുത്ത്. അപ്പോൾ ഇവള് മേലൊക്കെ കഴുകി വന്ന് അപ്പോൾ അവൾ പറയും, അമ്മ ഞാൻ ചെറിയമ്മ ഞാൻ കറിച്ചോളം വിളക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾ വിളക്ക് തീപ്പെട്ടി തിരഞ്ഞതാണ്. അപ്പോൾ തീപ്പെട്ടി അടക്കളയിലുണ്ടാവും, മോളെ ഞാൻ അടക്കളയിൽ പോയി തീപ്പെട്ടി തെരഞ്ഞപ്പോൾ അവളെ കാല് തെറ്റി എന്തോ മറിഞ്ഞ് നോക്കുമ്പോൾ ഒരു ടിഫിൻ പാത്രം, ആ പാലും മറിഞ്ഞ്, ടിഫിൻ പാത്രത്തിൽ കുറച്ച് പാലുണ്ടാവും. അപ്പോൾ ആ പാലും മറിഞ്ഞു. അപ്പോൾ അയ്യോ ചെറിയമ്മ ഇവിടെ. അപ്പോൾ ചെറിയമ്മ സാറില്ലേ മോളെ പൊട്ട ഓള് നിലത്ത് വെച്ചിക്കുക, കാണാത്തോടത്ത് വെച്ചിരിക്കുകയാണ്, അതാ വിധാനമിൽ വെച്ചാൽ പോരെന്നൊക്കെ ചെറിയമ്മ പറഞ്ഞു ഓളെ ചിത്രയും. അപ്പോൾ ഓള് വന്നപ്പോൾ പറയും, പാല് തട്ടി മറിഞ്ഞു പോയി അവിടെ. അയ്യോ ചേച്ചി ഇനി കഴിഞ്ഞ കഥ എൻ്റെ, ഇനിയിപ്പം നല്ല ചിറ്റക്കോ. അതിൻ്റെ ചെറിയമ്മ ഒന്നും പറഞ്ഞില്ല, ചെറിയമ്മൻ്റെ അല്ല പാല് വേറെ ആൾക്കുള്ളതാണ്, ഇവിടെ കഥാനായകനുള്ള പാലാണ്. അത് കൊണ്ടുകൊടുത്തില്ലെങ്കിൽ ഇപ്പം അത് നല്ല പെരുത്ത് ചീത്തയേക്കും. അപ്പം അങ്ങനെ അന്നത്തെ വരവുകൊണ്ട് തന്നെ 2 നഷ്ടമാണ് ആ കുട്ടിക്ക് ഉണ്ടായത്. മീനും കിട്ടിയില്ല, അന്നത്തെ നൈറ്റിൽ പാലും കിട്ടിയില്ല. അങ്ങനെ നൈറ്റായി ഇവരെല്ലാവരും വിശേഷ ഹോംവർക്കൊക്കെ ചെയ്യായിരിക്കും. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് ഈ നമ്മളെ കഥാനായകൻ കയറി വരിക. അല്ല എൻ്റെ മോനെ, അപ്പോൾ എൻ്റെ അമ്മേ ഞാൻ ഷോപ്പിൽ നിന്ന് വന്ന സമയത്ത് ഇവിടെ പാലൊന്നും കൊണ്ടുവച്ചില്ലേ, എവിടെ പോയി? ഇന്ന് മോള് വന്ന വകയിൽ എൻ്റെ പാൽ കൊടുത്ത് പൈസ ഒക്കെ വെച്ചാന്നൊക്കെ ചോദിക്കാം. പായസം ഒന്നും വെച്ചില്ല മോൻ. അപ്പം ജിഷ അത് തട്ടി മറിഞ്ഞു പോയി. അതെങ്ങനെ തട്ടി മറിഞ്ഞത്, കണ്ണില്ലാണ്ട് നടക്കിയെന്നൊക്കെ ചോദിക്കും. അവർ ഞാനല്ല ഹരിയേട്ടാ, അത് ചേച്ചിൻ്റെ കാല് തട്ടി മറിഞ്ഞ. എന്നാൽ ശരി പോട്ടെ, വന്ന വകയിൽ ഉച്ചയ്ക്ക് ചോറും ഇല്ല, ഇനിയിപ്പോൾ രാത്രിയുള്ള പാലും അതും പോയി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞു പോകും. അപ്പോൾ അവൾക്ക് എന്തോ ഒരു ഇതായിപ്പോയി. ഞാൻ വന്ന അതിൽ ഒരാൾ പട്ടിണി കിടന്നല്ലോ എന്നുള്ളൊരു വിഷമം പെട്ടെന്ന് വേദനിക്കുന്നൊരു മനസ്സാണ്. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് ബ്രേക്ക്. ഇനി നമ്മൾ അമ്മേൻ്റെ അടുത്ത് വിട്ടെ, അല്ല ഇനി എൻ്റെ അമ്മേൻ്റെ വിശേഷമൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വിശേഷം അതൊക്കെ. ബൈ. കഥ കേൾക്കുമോ? കേൾക്കണം കേട്ടോ, നല്ല കഥയാണ്. എൻ്റെ അമ്മ അതായിരിക്കണം. അമ്മ കുറേ ഇല്ല കണ്ടിട്ട്, എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഹായ് പറയും. ചോറ് കഴിച്ചോ? എന്താക്കുക? ഇരിക്കല്ല, അതാ സീരിയൽ കാണാണ് കഴിച്ച്. എൻ്റെ അമ്മ കയ്യിൻ്റെ എല്ല് പൊട്ടിയൊരു ആളുണ്ട്, കാട്ടുന്നില്ല. അവള് പറഞ്ഞ പ്രശ്നമില്ല, അത് വേണ്ട.
അല്ലെങ്കിൽ വീഡിയോ പിടിക്കേണ്ട അറിയുന്ന ആളാണ്. ഓക്കെ ഇങ്ങനെ ഓളെ കാണേക്കും ഒക്കെ ഊരിയിടുന്ന പ്രവൃത്തി. അതൊക്കെ പ്രശ്നമല്ലേ അല്ല അമ്മ? എന്താണേ കൈ മാത്രം കാണിച്ചതാ. ഇത് അമ്മ ഉണ്ടാക്കിയ പൊക്കോടാ. അമ്മ അത് എനിക്ക് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി തിന്നാൻ പോവാണ്. ഇത്രയൊക്കെ അമ്മ ഞങ്ങൾ തിന്നുവോ? തിന്നൂല. ഞമ്മക്ക് കൊണ്ടുപോകാനൊക്കെ തരും. എൻ്റെ മോനും അമ്മായിക്കൊക്കെ കൊണ്ടുപോകാൻ തരും. സൂപ്പർ ടേസ്റ്റി, അടിപൊളി. ഉണ്ടാക്കുന്ന ആളെ എപ്പോൾ കാണിച്ചതാ? ഉണ്ടാക്കുന്ന ആളെ കാട്ടുന്ന ഉണ്ടാക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ കഴിഞ്ഞിട്ട് ഓയിൽ വയ്ക്കാൻ പാടുള്ളൂ. എല്ലാം രണ്ടും പാടെ പത കണ്ടിട്ട് പിന്നെ ഒന്നും കാണില്ല. എന്താടാ ഇപ്പഴല്ലേ ഒന്നും കൊണ്ട് കഴിച്ചാ? എൻ്റെ മുഖം കൊണ്ട് കത്തടി ഇല്ല.